അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതയ്ക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ദാഹിക്കുന്നേ ദാഹിക്കുന്നേ, ഞങ്ങൾക്ക് വെള്ളം തരണേ, ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നിങ്ങനെ നിലവിളിച്ച് നിലവിളിച്ച് നരകീയവാസികൾ ഇങ്ങനെ നിലവിളിക്കുന്ന നേരത്ത് അതാ പടച്ച റബ്ബ് ഒരു പ്രത്യേക ചീഞ്ചലം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അതിങ്ങനെ കുടിക്കാൻ വേണ്ടി അതിന്റെ പാത്രം ഇങ്ങനെ അടുപ്പിക്കുമ്പോഴോ ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ. തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ആർക്കാണ് ശിക്ഷയെ തടയാൻ കഴിയുക? ലിമനിൽ മുൽക്ക്, ആർക്കാണ് അധികാരം? ആർക്കാണ് അധികാരം? അല്ല ചോദിക്കുന്ന ഭയാനകമായ ആഖിറമുണ്ടല്ലോ. ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ പടച്ച റബ്ബ് നമ്മളെ ശിക്ഷിക്കാൻ തുനിഞ്ഞാൽ ആർക്കാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുക? ആർക്കാണ് അവിടെ രക്ഷപ്പെടാൻ കഴിയുക? ഒരു വക്കീലിന്റെ വാദവും അവിടെ ജയിക്കില്ല. ഒരു മുതലാളിയുടെ പണവും അവിടെ വില പോകില്ല. ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ സ്വാധീനവും അവിടെ ജയിക്കില്ല. ഒരു പണ്ഡിതന്റെ സ്വാധീനവും അവിടെ ജയിക്കില്ല. അല്ലാഹ് ചോദിക്കുന്നു, ഇന്ന് ദിവസം ആർക്കാണ് അധികാരമുള്ളത്? ഇന്നലെ പ്രൈം മിനിസ്റ്റർക്ക് അധികാരമുണ്ടായിരുന്നു. മിനിസ്റ്റർക്ക് അധികാരം, ജിമാർക്കും DGP-മാർക്കും അധികാരമുണ്ടായിരുന്നു. ഇന്ന് അധികാരമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എറിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ നമ്മൾ കുടിച്ചാൽ, നരകത്തിൽ നിന്ന് നമുക്ക് കുടിക്കാൻ തരുന്ന ജലം ഇങ്ങനെ കുടിച്ചു പോയാൽ ഉള്ളിൽ കടന്നാൽ കുടലുകൾ ഞൊറുങ്ങുന്നതാ. പിൻദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. നരകത്തിലുണ്ടേ ആഴമേറിയ കുണ്ടുകൾ, വിഷം മൂത്ത പാമ്പതിലുണ്ട് ഉഗ്രൻ തേളുകൾ. കാള പോലെ വലിപ്പമുള്ള തേളുകൾ അതിനകത്തുണ്ട്, വലിയ സർപ്പങ്ങൾ അതിനകത്തുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ പണവും പത്രാസും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകൾ ചിന്തിക്കുകയാണ്, ഇതൊക്കെ കള്ളവല്ലേ മുസ്ലിയാരെ, ഇതൊക്കെ കള്ളക്കഥകളല്ലേ? ഇത് മായാജാലമാണ് മുഹമ്മദേ. നീ ചന്ദ്രനെ